നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വരൾച്ചയിൽ വൻ കൃഷിനാശമെന്ന് കേന്ദ്ര സംഘം. കൃഷിനാശം 50%. വരൾച്ച നേരിടുന്നതിന് കേരളത്തിന് കേന്ദ്ര പിന്തുണ. കേന്ദ്ര സംഘം പെട്ടെന്ന് മടങ്ങിയത് സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടെന്ന് ബെന്നി ബെഹനാൻ. ജാതി മത രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ പ്രസക്തിയില്ലെന്ന് BJP MP PC മോഹനൻ. മുദ്ര ലോൺ സംബന്ധിച്ച പരാതികൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. മാനന്തവാടിയിലെ ആദിവാസി അമ്മമാരുടെ ബെപ്കോ വിരുദ്ധ സമരത്തിൽ റിപ്പോർട്ട് തേടുമെന്ന് വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ പ്രമീള ദേവി. മുഖ്യമന്ത്രി പിണറായി വിജയന് ഭരണ നിയന്ത്രണം നഷ്ടപ്പെട്ടു. MI ഷാനവാസ് MP. കൈക്കൂലിക്കാർക്ക് മണി ഓർഡർ അയക്കാൻ കൽപ്പറ്റയിൽ KSUവിന്റെ പിച്ചുതണ്ടൽ സമരം. IS കേരള സംഘം തലവൻ സജീർ മംഗലശ്ശേരി അഫ്ഗാനിൽ കൊല്ലപ്പെട്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ. സ്വയം സന്നദ്ധ പുനരധിവാസത്തിന് ഫണ്ട് അനുവദിച്ചിട്ടും മാറ്റിപ്പാർപ്പിച്ചില്ല. ഉദ്യോഗസ്ഥർക്കെതിരെ വനവാസികൾ പ്രക്ഷോഭത്തിന്. വാർത്തകൾ വിശദമായി. വരൾച്ചയെ തുടർന്ന് സംസ്ഥാനത്ത് വൻ കൃഷിനാശമെന്ന് കേന്ദ്ര സംഘത്തിന്റെ വിലയിരുത്തൽ. 50% കൃഷിനാശം ഉണ്ടായെന്ന പ്രാഥമിക റിപ്പോർട്ടിൽ കേന്ദ്ര സംഘം പറയുന്നു. കുരുമുളക്, കാപ്പി തുടങ്ങിയ നാണ്യവിളകളെയും വരൾച്ച ഗുരുതരമായി ബാധിച്ചു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷമാണ് സംഘം പ്രാഥമിക നിഗമനം വെളിപ്പെടുത്തിയത്. കേന്ദ്ര കാർഷിക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി അശ്വിനി കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ വയനാട്ടിൽ വരൾച്ച ബാധിത പ്രദേശമായ മുള്ളൻകൊല്ലിയിലും പുൽപ്പള്ളിയിലും ചില പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയത്. സ്ഥിതിഗതികൾ കേന്ദ്ര സംഘത്തെ അറിയിക്കുമെന്ന് വൈകിട്ട് കലക്ടറേറ്റിൽ നടന്ന അവലോകനത്തിനു ശേഷം അദ്ദേഹം പറഞ്ഞു. വരൾച്ച സംബന്ധിച്ച് കേരളത്തിന്റെ ചില റിപ്പോർട്ടുകൾ കൂടി കിട്ടാനുണ്ട്. ഇതിനുശേഷം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് വരൾച്ചയിൽ 992 കോടി രൂപയുടെ നാശമുണ്ടായെന്നാണ് സംസ്ഥാനത്തിന്റെ വിലയിരുത്തൽ. വരൾച്ച നേരിടുന്നതിന് കേരളത്തിന് കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് കേന്ദ്ര സംഘം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. വരൾച്ച വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം ഉടൻ മടങ്ങിപ്പോയത് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് കോൺഗ്രസ് AICC മെമ്പർ ബെന്നി ബെഹനാൻ. സംസ്ഥാനത്ത് ഭരണചക്രം നിശ്ചലമാണെന്നും ബെന്നി ബെഹനാൻ. കോൺഗ്രസ് കൽപ്പറ്റ ബ്ലോക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് അടക്കമുള്ള ജില്ലകൾ കൊടും വരൾച്ച നേരിടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംഘം സന്ദർശനം നടത്തിയെങ്കിലും സന്ദർശനം പ്രഹസനമായിരുന്നു. വരൾച്ചയുടെ രൂക്ഷത കേന്ദ്ര സംഘത്തെ ബോധ്യപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. ഇത് കർഷകർക്ക് വലിയ തിരിച്ചടിയാകും. സംസ്ഥാനത്ത് ഭരണചക്രം നിശ്ചലമാണ്. മൂന്നാറിൽ നടക്കുന്നത് വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതല്ലെന്നും CPIയും CPMും കയ്യേറിയ ഭൂമി ഒഴിപ്പിക്കുന്ന തർക്കമാണ് നടക്കുന്നതെന്നും ബെന്നി ബെഹനാൻ ആരോപിച്ചു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണകൂടത്തെ നയിക്കേണ്ട മുഖ്യമന്ത്രിയും ഭരണകൂടവും ഒരു കൂട്ടത്തരവാദത്തോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ മൂന്നാർ പോലെ രൂക്ഷമായ കയ്യേറ്റ പ്രശ്നം നിലനിൽക്കുന്ന സ്ഥലത്ത് പോലും രാഷ്ട്രീയമായ ചക്രത്തിൽ പോരാട്ടം നടത്തുന്നതല്ലാതെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ഈ ഭരണകൂടം കഴിഞ്ഞിട്ടുണ്ട്. മതേതരത്വം സൂക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രം കഴിയുള്ളൂവെന്നും മോദിയുടേത് ഹിറ്റ്ലർ മോഡൽ ഭരണമാണെന്നും മതേതരത്വം പടുത്തുയർത്താൻ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ PP ആലി അധ്യക്ഷത വഹിച്ചു. IC ബാലകൃഷ്ണൻ MLA, KL പൗലോസ്, KK അബ്രഹാം, ND അപ്പച്ചൻ, PK അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. ജാതിമത രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ പ്രസക്തിയില്ലെന്ന് BJP നേതാവും കർണാടക MPയുമായ PC മോഹൻ. വികസന രാഷ്ട്രീയമാണ് മോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതിനുദാഹരണമാണ് UP തിരഞ്ഞെടുപ്പ്. മുദ്ര ലോണുകൾ സംബന്ധിച്ച പരാതികൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MP കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. We want to tell our karyakartas in turn that the achievement should reach the voters, our people. This is our main idea because see the work, like few highlights also I would like to do. That is Pradhan Mantri Jan Dhan Yojana. For the last 69 years, our population is about 125 crore people. Only 3 crore rich people had bank accounts. Today, when Narendra Modi ji gave a call saying that Jan Dhan account people should open, poor people, and with a zero balance they should open.
മാനന്തവാടി ബീവറേജിന് മുന്നിലെ ആദിവാസി സ്ത്രീകൾ നടത്തുന്ന സമരത്തിൽ ഉടൻ റിപ്പോർട്ട് തേടുമെന്ന് വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ പ്രമീള ദേവി. സംഭവത്തിൽ മാനന്തവാടി ഡിവൈഎസ്പിയോടും കമ്മീഷണറോടും റിപ്പോർട്ട് ഉടൻ ആവശ്യപ്പെടുമെന്നും ഡോക്ടർ പ്രമീള ദേവി വയനാട് ന്യൂസിനോട് പറഞ്ഞു. മാനന്തവാടിയിലെ ആ പ്രക്ഷോഭത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ മാനന്തവാടി ഡിവൈഎസ്പിക്കും അതേസമയം എക്സൈസിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറോടും ഞാൻ വിളിച്ച് സംസാരിക്കും. തീർച്ചയായും ഈ പറഞ്ഞ സമരത്തെക്കുറിച്ച് ഞാൻ ഇന്ന് തന്നെ വിളിച്ച് സംസാരിക്കുന്നതാണ്. ഈ സമരം വളരെ ജനജീവിതത്തെ ബാധിക്കുന്ന, സ്ത്രീകൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണെങ്കിൽ അതിനാവശ്യമായ നടപടി ഉടനെ തന്നെ കൈക്കൊള്ളണം എന്നത് ഞാൻ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറോട് തീർച്ചയായും സംസാരിക്കും. 11 മാസത്തെ LDF ഭരണം കൊണ്ട് പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് വിലയിരുത്താൻ കഴിഞ്ഞെന്ന് MI ഷാനവാസ് MP. പിണറായി വിജയന് ഭരണനിയന്ത്രണം നഷ്ടമായെന്നും MP ഷാനവാസ്. ബത്തേരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലപ്പുറത്ത് UDFന് ലഭിച്ച വോട്ടുകളുടെ എണ്ണം സംബന്ധിച്ച് പരിശോധന നടത്താൻ പറയാൻ KM മാണിക്ക് അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയന്റെ കൺട്രോളിൽ നിന്ന് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥയുണ്ടായി. ഇനി ആകെ ചെയ്യേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയും CPIയും ഇടതുപക്ഷ മുന്നണിക്ക് അകത്ത പ്രശ്നത്തെക്കുറിച്ച് കോൺഗ്രസുകാർ അഭിപ്രായം പറയാതിരുന്നാൽ അത് സ്വയം ഉരുത്തിരിഞ്ഞ് വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ളതല്ലാതെ അത് കണ്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങേണ്ട ഒരു കാര്യവും ഒരാവശ്യകതയും ഇന്ന് കേരളത്തിൽ. ചടങ്ങിൽ TJ ജോസഫ് അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി ബെന്നി മഹനാൻ, DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA, KK എബ്രഹാം, MS വിശ്വനാഥൻ, CP വർഗീസ്, KL പൗലോസ്, ND അപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, ബത്തേരി. വിദ്യാഭ്യാസ വകുപ്പിലെ അഴിമതിക്കെതിരെ വ്യത്യസ്ത സമരവുമായി KSU. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ പിച്ചച്ചട്ടി സമരവുമായാണ് KSU പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. പിരിച്ചെടുത്ത തുക ഉദ്യോഗസ്ഥർക്ക് മണി ഓർഡറായി അയച്ചു കൊടുക്കാനാണ് തീരുമാനം. CBSE സ്കൂളിന് അംഗീകാരം നൽകാൻ ഒത്തുകളിച്ച 2 ജീവനക്കാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട കഴിഞ്ഞ ദിവസം KSU പ്രവർത്തകർ DD ഓഫീസ് ഉപരോധിച്ചിരുന്നു. സമരം ചെയ്ത KSU പ്രവർത്തകർക്ക് നേരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് KSU പ്രവർത്തകർ വിദ്യാഭ്യാസ വകുപ്പിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ കൽപ്പറ്റയിൽ പിച്ചയെടുക്കൽ സമരം നടത്തിയത്. സമരത്തിൽ MP MI ഷാനവാസും പങ്കാളിയായി. അഴിമതിക്കെതിരായുള്ള കുരിശുദ്ധമാണ് KSU നടത്തുന്നതെന്നും സമരത്തിന് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. ഇതേപോലത്തെ പുതിയ സമര പരിപാടികളുമായി ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് അഴിമതിക്കാർക്കെതിരായിട്ടുള്ള കുരിശുദ്ധം നിങ്ങൾ നടത്തണം. അതിന് നിങ്ങളോടൊപ്പം എന്നും ഞാനുണ്ടാവും. പിരിച്ചെടുത്ത തുക ഉദ്യോഗസ്ഥർക്ക് മണി ഓർഡറായി അയച്ചു കൊടുക്കുമെന്നും KSU നേതാക്കൾ പറഞ്ഞു. DPI അടക്കമുള്ള ആളുകൾ ആ ശുപാർശകൾ തള്ളിക്കൊണ്ട് അത് പൂഴ്ത്തിവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സവിശേഷതയാണ് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനെതിരെയാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ നടത്തുന്ന ഈ സമര സന്നാഹങ്ങളെല്ലാം. സമരത്തിന് KSU ജില്ലാ പ്രസിഡന്റ് അമൽ ബേബി, അമൽ പങ്കജാക്ഷൻ, ഗായത്ത്, PR അജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് ന്യൂസ്, കൽപ്പറ്റ. ഏത് മുന്നണി ഭരിച്ചാലും ഭരണനിയന്ത്രണം ഉദ്യോഗസ്ഥ വെള്ളാനകൾക്ക്. വിലക്കയറ്റത്തിൽ ഇടപെടാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വില നിയന്ത്രണ അതോറിറ്റിയും അട്ടിമറിച്ചു. വിലക്കയറ്റമല്ല ഭൂകമ്പം വന്നാലും തങ്ങൾക്കൊന്നുമില്ലെന്ന മട്ടിൽ ഉദ്യോഗസ്ഥ മേധാവികൾ. CPI കൈയാളുന്ന വകുപ്പുകളിൽ ഭരണം കുളമാക്കാൻ ഉദ്യോഗസ്ഥ വെള്ളാനകൾക്ക് രഹസ്യ കേന്ദ്രങ്ങളുടെ പിന്തുണ. റവന്യൂ വകുപ്പിന്റെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾക്കും ദുർഗതി. അരിക്കും പച്ചക്കറിക്കും പലവ്യഞ്ജനങ്ങൾക്കും പാവപ്പെട്ടവന്റെ നട്ടലൊടിക്കുന്ന വിലക്കയറ്റം അനുഭവപ്പെട്ടപ്പോഴാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 20 സിവിൽ സപ്ലൈസ് മന്ത്രി P. തിലോത്തമന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം വില നിയന്ത്രണ അതോറിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. സിവിൽ സപ്ലൈസ് ഡയറക്ടറാണ് അതോറിറ്റി അധ്യക്ഷൻ. കമ്പോള വില അനുദിനം നിരീക്ഷിക്കുക, വിലക്കയറ്റത്തിന്റെ കാരണം കണ്ടെത്തുക, തടയാൻ നടപടിയെടുക്കുക, വിലക്കയറ്റത്തിൽ പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം. അതോറിറ്റി രൂപീകരണം സംബന്ധിച്ച് സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് ഭക്ഷ്യ സെക്രട്ടറിക്ക് കത്തയച്ചത് 1 മാസം കഴിഞ്ഞ് മാർച്ച് 20-നാണ്. ഇത്രയും ഗൗരവമുള്ള വിഷയത്തിൽ ഇതുവരെ ഉത്തരവിറക്കുകയോ അതോറിറ്റി നിലവിൽ വരികയോ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വെള്ളാനകൾക്ക് ജനകാര്യങ്ങളിൽ ഒരു താൽപ്പര്യവുമില്ലെന്ന് വ്യക്തം. CPI കൈയാളുന്ന വനം, സിവിൽ സപ്ലൈസ്, റവന്യൂ വകുപ്പുകൾ ഉദ്യോഗസ്ഥ മേധാവിമാരുടെ പര്യാപ്തമായ സഹകരണവും LDFിലെ വൻകക്ഷിയുടെ പിൻബലവും കിട്ടാതെ ഗുരുതരമായി സമ്മർദ്ദപ്പെടുന്നതായാണ് സൂചന. റേഷൻ വിതരണത്തിന്റെയും റേഷൻ കാർഡുകളുടെയും മുൻഗണനാ പട്ടിക തയ്യാറാക്കലിന്റെയും എല്ലാം നടപടിക്രമങ്ങൾ വൻപാർട്ടി അനുകൂല ഉദ്യോഗസ്ഥ സംഘടനാ മേധാവികളുടെ എട്ടുകാലി വലയിലാണ്. വകുപ്പിനോടും നടപടിയോടും കൂറും നിശ്ചയദാർഢ്യവുമുള്ള ചില റവന്യൂ ഉദ്യോഗസ്ഥരുടെ മുൻകൈയിൽ
അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള CPI മന്ത്രിയുടെ നീക്കത്തിന് എങ്ങനെയും തടയിടാനുള്ള രാഷ്ട്രീയ നാടകങ്ങളാണ് അരങ്ങേറുന്നത്. വയനാട്ടിലെ തോട്ടമുടമകൾ പാട്ടക്കരാർ ലംഘിച്ച് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഒഴിപ്പിക്കുന്നതടക്കം CPIയുടെ റവന്യൂ മന്ത്രി ആവിഷ്കരിച്ച പദ്ധതി അട്ടിമറിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. കേരളത്തിൽ നിന്ന് ഭീകര സംഘടനയായ IS-ൽ ചേർന്നവരുടെ തലവനെന്ന് കരുതുന്ന സജീർ മംഗലശ്ശേരി അഫ്ഗാനിസ്ഥാനിലെ നാംഗർഹർ പ്രവിശ്യയിൽ കൊല്ലപ്പെട്ടു. അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിലാണ് മരണം. രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് വിവരം റിപ്പോർട്ട് ചെയ്തത്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലായിരുന്നു സജീറിന്റെ വിദ്യാഭ്യാസം. 10 വർഷം മുമ്പ് മരിച്ച പിതാവ് മംഗലശ്ശേരി അബ്ദുള്ള KSRTC ഡ്രൈവറായിരുന്നു. NITയിൽ ചേർന്ന് പഠിക്കുന്നതിന് കോഴിക്കോട്ടേക്ക് താമസം മാറ്റിയ സജീറിന്റെ കുടുംബം ഇപ്പോൾ കോഴിക്കോട് മൂഴിക്കലിലാണ്. കോഴിക്കോട് NITയിൽ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ സജീർ ജോലി തേടി സൗദിയിലെത്തുകയും അവിടെ നിന്ന് ഭീകരപ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുകയുമായിരുന്നു. കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെ IS ക്യാമ്പിലേക്ക് പരിശീലനത്തിന് പോയ 21 പേരെ റിക്രൂട്ട് ചെയ്തത് സജീറാണെന്ന് NIA നേരത്തെ കണ്ടെത്തിയിരുന്നു. മൂഴിക്കലിലേക്ക് താമസം മാറ്റിയ ശേഷവും സൗദിയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തുമ്പോഴും പഠിക്കുന്ന കാലത്തും സജീർ അധികം ആരുമായും അടുത്ത് ഇടപഴകിയിരുന്നില്ലെന്ന് പറയുന്നു. അഫ്ഗാൻ US വ്യോമസേനകൾ അഫ്ഗാനിസ്ഥാനിലെ നങ്കാർഹർ ഷാദൽ ബസാർ വാലിയിൽ ഇപ്പോഴും ബോംബാക്രമണം തുടരുകയാണെന്നും കൊല്ലപ്പെട്ടവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും നയതന്ത്ര ഉദ്യോഗസ്ഥർ പറയുന്നു. സജീറിന്റെ മരണം നയതന്ത്ര തലത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. അമിത സർവീസ് ചാർജുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൌൺസിൽ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാടി ശാഖയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് MR രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. VV ആന്റണി അധ്യക്ഷനായിരുന്നു. P. സൂപ്പി, റെനീഷ് എന്നിവർ സംസാരിച്ചു. സുലൈമാൻ, കൃഷ്ണദാസ്, പുഷ്പ, രമ, പ്രിൻസ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. മാലിന്യ പ്ലാന്റിൽ നിന്നുള്ള മാലിന്യം ജനവാസ കേന്ദ്രത്തിന് സമീപം സ്വകാര്യ വ്യക്തി കുളത്തിലിട്ട് മൂടിയതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ബത്തേരി തൊടുവട്ടയിലാണ് മാലിന്യം സ്വകാര്യ വ്യക്തിയുടെ കുളത്തിലിട്ട് മൂടിയത്. സംഭവത്തിൽ നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ മാലിന്യ പ്ലാന്റിൽ നിന്നുള്ള മാലിന്യമാണ് തൊടുവട്ടിയിലെ സ്വകാര്യ വ്യക്തി തന്റെ കൃഷിയിടത്തിലെ കുളത്തിലിട്ട് മൂടിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ ഈ നീക്കം തടയുകയായിരുന്നു. ജനവാസ കേന്ദ്രത്തിന് സമീപത്തുള്ള കുളത്തിൽ മാലിന്യം നിക്ഷേപിച്ചത് പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുകയും പരിസരവാസികൾക്ക് തീരാദുരിതം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പം ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും വലിയ കൂമ്പാരം പോലെ മാലിന്യം കൊണ്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ആർക്കും പറ്റാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ സാധനം അവിടെ നിന്ന് വാരി മാറ്റണം. വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. ഇവിടെ കൊണ്ട് ഞങ്ങൾ എന്നും ഇതിനെതിരായിട്ട് പ്രതികരിക്കുന്നവരാണ് ഞങ്ങൾ. ഈ മാലിന്യത്തിനെതിരായിട്ട് പ്രതികരിക്കുന്നവരാണ് ഞങ്ങൾ. അത് ഞങ്ങളുടെ കൗൺസിലർ അതെ, ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ അതെ, എല്ലാവരും അതെ. ഈ സാഹചര്യത്തിൽ കുളത്തിലിട്ട മാലിന്യം നീക്കം ചെയ്യണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകാനൊരുക്കുകയുമാണ് നാട്ടുകാർ. പിന്നെ കുളം കൊണ്ടുണ്ടാക്കിയ ഒരു പമ്പ് ഹൗസും ഒരു കുളമാണ്. അതിലാണ് കൊണ്ടിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് തട്ടുന്നത്. അത് നടക്കൂലെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രിയാണ് ഞാൻ ഒറ്റക്കാണ് ഞാൻ തിരിച്ചു പോവുകയും ചെയ്തത്. പിന്നെ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇത് ഞങ്ങളെ ആവശ്യം എന്ന് വെച്ചാൽ ഈ ഖരമാലിന്യം ഇതിൻ്റെ അകത്ത് മാറ്റുക. അത് പിന്നെ മെയിനായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളെ എല്ലാവരും ആവശ്യം അത് തന്നെയുള്ളൂ. ഇവിടുത്തെ ഇതിനെടുത്ത് മാറ്റുക മാത്രമേ ഉള്ളൂ. വയനാട് ന്യൂസ്, ബത്തേരി. കറണ്ട് പോയാൽ ഇരുട്ടിൽ മുങ്ങി ബത്തേരി താലൂക്ക് ആയുർവേദ ആശുപത്രി. ആശുപത്രിയിൽ 2 വർഷം മുൻപ് വാങ്ങിയ ജനറേറ്റർ ഇതുവരെ പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കാത്തതാണ് കാരണം. 2 വർഷം മുമ്പാണ് ആശുപത്രിയിൽ 2 ലക്ഷം രൂപ മുടക്കി പുതിയ ജനറേറ്റർ വാങ്ങിയത്. എന്നാൽ ഇത് പ്രവർത്തിപ്പിക്കാൻ തുടർ നടപടികൾ സ്വീകരിച്ചില്ല. ഇതോടെ ജനറേറ്ററിന്റെ ബാറ്ററി തകരാറാവുകയും ചെയ്തു. വൈദ്യുതി നിലയ്ക്കുന്ന സമയത്ത് പ്രവർത്തിപ്പിക്കുന്നതിനായി വാങ്ങിയ ജനറേറ്ററാണ് ഇത്തരത്തിൽ പ്രവർത്തനരഹിതമായി മൂലക്കിരിക്കുന്നത്. ഇതോടെ വൈദ്യുതി നിലച്ചാൽ ആശുപത്രി ഇരട്ടിലാവുകയാണ്. ദിവസേന 100 കണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്നതാണ് ബത്തേരി താലൂക്ക് ആയുർവേദ ആശുപത്രി. കൂടാതെ ഇവിടെ 50ഓളം രോഗികളെ കിടത്തി ചികിത്സിക്കുന്നുമുണ്ട്. നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ജനറേറ്റർ പ്രവർത്തിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ജനറേറ്റർ പ്രവർത്തന സജ്ജമാക്കാൻ നടപടി സ്വീകരിച്ചതായും അധികൃതർ പറഞ്ഞു. വയനാട് ന്യൂസ്, ബത്തേരി. പെട്രോൾ പമ്പുകൾ അടച്ചിടാനല്ല, ഇന്ധനം ലഭിക്കാനാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ഞായറാഴ്ചകളിൽ പെട്രോൾ പമ്പുകൾ അടച്ചിടാനുള്ള ഒരു വിഭാഗം പമ്പുടമകളുടെ തീരുമാനം പൊതുജനങ്ങൾക്ക് സൗകര്യമുണ്ടാക്കുമെന്ന് മന്ത്രാലയം ട്വീറ്റ് ചെയ്തു. മെയ് 14 മുതൽ ഞായറാഴ്ചകളിൽ പെട്രോൾ പമ്പുകൾ അടച്ചിടാൻ കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാനങ്ങളിലെ ഒരു വിഭാഗം പമ്പുടമകളാണ് തീരുമാനമെടുത്തത്. ഇന്ധനം ലാഭിക്കാൻ ശ്രമിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ വളച്ചൊടിച്ചായിരുന്നു തീരുമാനം.
എന്നാൽ രാജ്യത്തെ 46,000 പെട്രോൾ പമ്പുടമകൾ അംഗങ്ങളായ ഓൾ ഇന്ത്യ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ഇതിൽ പങ്കെടുക്കില്ലെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് അജയ് ബൻസാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രമുഖ പമ്പുടമകൾ പമ്പ് അടയ്ക്കില്ലെന്നും പമ്പ് അടച്ചിടുന്നത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കലാണെന്നും പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. അതേസമയം വർഷത്തിൽ 2 തവണ കമ്മീഷൻ വർദ്ധിപ്പിക്കാമെന്ന കരാർ പെട്രോളിയം കമ്പനികൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞായറാഴ്ചകളിൽ പമ്പ് മുടക്കാൻ തീരുമാനിച്ചതെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ മറികടന്ന് പമ്പുകൾ അടച്ചിടുന്നത് കമ്മീഷൻ വർധന സംബന്ധിച്ച ചർച്ചകൾക്ക് തടസ്സമാകുമെന്ന ആശങ്കയിലാണ് ഇവർ. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ പമ്പുടമകളുടെ സംഘടനയുടെ സംസ്ഥാന നിർവാഹക സമിതി അടുത്തയാഴ്ച യോഗം ചേരും. ന്യൂസ് ഡെസ്ക് വയനാട് ന്യൂസ്. യാത്രക്കാർക്ക് അപകടക്കെണിയൊരുക്കി മാടക്കര മാത്തൂർ പാലം. വീതി കൂടിയ ഈ റോഡിലെ ഇടുങ്ങിയ പാലമാണ് യാത്രക്കാർക്ക് ഭീഷണിയാവുന്നത്. പാലം പൊളിച്ച് വീതി കൂട്ടുമെന്ന് അധികൃതർ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. ബത്തേരി ചേരമ്പാട് റൂട്ടിൽ മാടക്കരയ്ക്ക് സമീപമുള്ള മാത്തൂർ പാലമാണ് ഇതുവഴിയുള്ള യാത്രക്കാർക്ക് ഭീഷണിയാവുന്നത്. വീതി കൂടിയ ഈ റോഡിലെ ഇടുങ്ങിയ പാലം അപകടക്കെണിയാവുകയാണ്. ഇരുവശങ്ങളിൽ നിന്നും വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ ഒരേ സമയം പാലത്തിലേക്ക് കയറുമ്പോൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡും പാലത്തിന്റെ അവസ്ഥയും അറിയാതെ വരുന്ന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും. കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാൻ കഴിയുന്നത്ര ഇടുങ്ങിയതാണ് പാലം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ പാലം പൊതുമരാമത്ത് വകുപ്പ് പൊളിച്ച് വീതി കൂട്ടി നിർമ്മിക്കുമെന്ന് വർഷങ്ങളായി പറയുന്നുണ്ടെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആളുകളൊക്കെ തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ട് ഭീതിയോട് കൂടിയിട്ടാണ് ഇവിടെ യാത്ര ചെയ്യുന്നത്. ഏതായാലും എല്ലാ വർഷവും വന്നിട്ട് ഇവർ ഇതിനെ വീതി കൂട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള സർവേ ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇതിന് വീതി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും തന്നെ അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നുള്ള വസ്തുത വളരെയധികം പ്രതിഷേധ. വയനാട് ന്യൂസ്, ബത്തേരി. വാഗേരി മൂടക്കൊല്ലിയിൽ അനധികൃത പന്നി ഫാമിനെതിരെ പ്രവർത്തിച്ച ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിക്കും കുടുംബത്തിനും മർദ്ദനമേറ്റ സംഭവത്തിൽ പന്നി ഫാം ഉടമകൾ നടത്തുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രദേശവാസികൾക്ക് തീരാ ദുരിതമായി പ്രവർത്തിക്കുന്ന പന്നി ഫാം അടച്ചുപൂട്ടണമെന്ന ഹൈക്കോടതി വിധിയെ തുടർന്നാണ് ആക്ഷൻ കമ്മിറ്റി ചെയർമാനെയും കുടുംബത്തെയും പന്നി ഫാം ഉടമകൾ മർദ്ദിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയായ കാര്യങ്ങളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ തന്നെ വിജയത്തിന് വേണ്ടിയിട്ട് വെറുതെ നുണയുണ്ടാക്കി പറയുന്നത്. ഇത് റോഡിൽ വെച്ചുണ്ടായ ഒരു സംഭവമാണ്. ഞാൻ ഭാര്യയും കൂടെ കൂടിയ പിന്നെ എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആ വഴിയിൽ വെച്ചാൽ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അവിടുന്ന് പിടിയും വലിയുണ്ടായി. പിന്നെ ഈ ഇത് കയറി പിടിച്ച് എൻ്റെ ഷർട്ട് കീറിയതും ഇവളുടെ പിന്നെ നൈറ്റ് കീറി മാല പൊട്ടുന്നതും ഈ തല്ലിയതും ഇവളുടെ അടിവയറിൻ്റെ ചവിട്ടുന്നതും ഒക്കെ ആ റോഡിൽ വെച്ചാൽ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് പിടിപ്പിച്ച ഓടിയ വഴിക്കാണ് ഞങ്ങളുടെ വീട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ അയൽവാസികൾ പിന്നെ ഞാൻ ഫോണിൽ വിളിച്ച് വരുത്തിയാണ് ഇവർ എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയത്. തിരുനെല്ലി പഞ്ചായത്തിൽ ആദിവാസി പുനരധിവാസ പദ്ധതിക്ക് 2015 ഫണ്ട് അനുവദിച്ചിട്ടും മാറ്റിപ്പാർപ്പിക്കലിന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തടസ്സമെന്ന് പരാതി. കാലങ്ങളായി വനത്തിന് പുറത്തെത്താൻ കാത്തിരിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് ചില ഉദ്യോഗസ്ഥരുടെ നടപടികളിൽ കുടുങ്ങി ദുരിതമനുഭവിക്കുന്നത്. 2014 ഓഗസ്റ്റ് 13 വനം വകുപ്പ് മന്ത്രിയുടെയും പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെയും അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കാട്ടിക്കുളം നരിമുണ്ടക്കൊല്ലി, ഈശ്വരക്കൊല്ലി, കുറിച്യാട്, കൊട്ടങ്കര വനത്തിൽ താമസിക്കുന്ന കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് 7.4 കോടി രൂപ പട്ടികവർഗ വകുപ്പ് വനം വകുപ്പിന് കൈമാറി. 2 വർഷം കഴിഞ്ഞു. വനവാസികൾക്ക് മുൻഗണന നൽകേണ്ട പദ്ധതി അട്ടിമറിച്ച് നരിമുണ്ടക്കൊല്ലിയിൽ 6 ജനറൽ വിഭാഗങ്ങൾക്ക് മാറ്റിപ്പാർപ്പിക്കലിന്റെ തുക കൈമാറി. ജില്ലാ കലക്ടർ DFOയുടെ ജോയിന്റ് അക്കൗണ്ടിൽ 7.4 കോടി രൂപ നിക്ഷേപിച്ചിട്ടും ചില റവന്യൂ ഉദ്യോഗസ്ഥർ തടസ്സം നിന്ന് പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്നതായി കുടുംബങ്ങൾ പറയുന്നു. വ്യവസ്ഥ പ്രകാരം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് 7.4 കോടി രൂപ വനം വകുപ്പ് പട്ടികവർഗ ഭൂരഹിത മിഷന് തുക തിരിച്ചു നൽകണമെന്ന് വ്യവസ്ഥയുണ്ട്. ഉദ്യോഗസ്ഥർ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ സമരം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് കുടുംബങ്ങൾ. നാളുകൾ ഇതുവരെയായിട്ട് ഏകദേശം 2 വർഷത്തിലധികം പൂർത്തിയായി. ഇവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങൾ അവരുടെ മക്കളുടെയും സ്വന്തം ജീവനും ആനയുടെയും വന്യമൃഗശല്യങ്ങളുടെയും ഭീഷണി കാരണം മറ്റു സ്ഥലങ്ങളിലേക്ക് വാടകയ്ക്ക് താമസം മാറുകയും 3 കുടുംബങ്ങൾ ഒരു നിർഗതിയും ഇല്ലാതെ മറ്റെവിടെയും പോകാൻ വഴിയില്ലാതെ ഇവിടെ തങ്ങുകയും ചെയ്യുന്നുണ്ടായി. ബെന്നി വർഗീസ്, വയനാട് ന്യൂസ്, കാട്ടിക്കുളം. SBI SPT ലയനത്തിന്റെ ഭാഗമായ SBT അക്കൗണ്ടുകൾ ഇന്നും നാളെയുമായി SBIയിലേക്ക് മാറുന്നു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാറ്റ കൈമാറ്റമാണ് നടക്കുന്നത്. ഡാറ്റ കൈമാറ്റം നടക്കുന്നതിനാൽ ഇന്ന് രാത്രി 11:15 മുതൽ നാളെ രാവിലെ 11:30 വരെ SBI ATMകൾ പ്രവർത്തിക്കില്ല. ഈ സമയത്ത് SBI ATM കാർഡുകൾ മറ്റ് ബാങ്കുകളിലും പ്രവർത്തിക്കില്ല.
ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയ സേവനങ്ങളും ഇന്ന് രാത്രി 11 മുതൽ നാളെ രാവിലെ 11:30 വരെ ലഭിക്കില്ല. SBI ഇടപാടുകൾ ഇന്ന് രാത്രി മുതൽ നാളെ രാവിലെ വരെ രാജ്യവ്യാപകമായി മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നതുൾപ്പെടെ അടുത്തിടെ SBI നടപ്പാക്കിയ പരിഷ്കാരങ്ങളെല്ലാം SBI ലയിക്കുന്നതോടെ SBT അക്കൗണ്ടുകൾക്കും ബാധകമാവും. 5 അനുബന്ധ ബാങ്കുകളാണ് SBI ലയിപ്പിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഡേറ്റ കൈമാറ്റമാണ് SBTയുമായി ഇന്ന് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. നെന്മേനി കോൽക്കുഴി താഴത്തൂർ റോഡ് ചെളിക്കുളമായി. മഴ പെയ്തതോടെ കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. മാടക്കര താഴത്തൂർ റോഡ് നവീകരണ പ്രവൃത്തിക്കായി അടച്ചിരിക്കുകയാണ്. കോൽക്കുഴി താഴത്തൂർ വരെയുള്ള പോക്കറ്റ് റോഡാണ് തകർന്ന് ചളിക്കുളമായി മാറിയിരിക്കുന്നത്. ഈ റോഡിൽ സോളിംഗ് നടത്തിയ ഭാഗങ്ങൾ മഴവെള്ളം കെട്ടിക്കിടന്ന് ചളിക്കുളമായി മാറിയിരിക്കുകയാണ്. മാടക്കര താഴത്തൂർ റോഡിൽ കോൽക്കുഴി ഭാഗത്ത് പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഈ റോഡ് അടച്ചിരിക്കുകയാണ്. ഇതോടെ ഇതുവഴിയുള്ള ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ കോൽക്കുഴി താഴത്തൂർ പോക്കറ്റ് റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മഴ കൂടി പെയ്തതോടെ കാൽനടയാത്ര പോലും സാധ്യമാകാത്ത തരത്തിൽ റോഡ് ചളിപ്പുഴയായി മാറി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ റോഡ് അടച്ചുവെന്നും വാഹനങ്ങൾക്ക് സുഗമമായി പോകാൻ സാധിക്കുന്ന തരത്തിൽ പോക്കറ്റ് റോഡ് നവീകരിക്കാതെയാണ് വാഹനങ്ങൾ തിരിച്ചുവിട്ടതെന്നും ഇതുവഴിയുള്ള സഞ്ചാരം ദുരിതമാണെന്നുമാണ് യാത്രക്കാർ പറയുന്നത്. ഒരു മുന്നറിയിപ്പില്ലാതെയാണ് ഇന്ന് രാവിലെ ഈ റോഡ് അടച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിരവധി യാത്രക്കാർ വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഈ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം. ഒരു വാഹനത്തിനും ഇതിൽ ഇഴഞ്ഞു പോകേണ്ട സ്ഥിതിയിലാണ്. ഫുള്ള് ചളിയും ഇതായിട്ടുള്ളതാണ് റോഡ്. ഗതാഗത യോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ നിലവിലുള്ള ബൈ റോഡ് നന്നാക്കിയ ശേഷം മാത്രമായിരുന്നു മെയിൻ റോഡ് ബ്ലോക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയായിരുന്നെങ്കിൽ യാത്രക്കാർക്ക് വളരെ സൗകര്യമായിരുന്നു. വയനാട് ന്യൂസ്, ബത്തേരി. തോമാട്ടുചാലിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിലെ ജോലിക്കാരെ ഒരു സംഘം ആളുകൾ ആക്രമിച്ചതായി പരാതി. മാടക്കര വലിയവട്ടം ഭഗവതി ക്ഷേത്രോത്സവം കഴിഞ്ഞ് കടയിൽ സാധനങ്ങൾ ഇറക്കുമ്പോഴാണ് വിഷ്ണു, സുധീഷ്, അഖിൽ എന്നിവരെ 8ഓളം വരുന്ന സംഘം ആക്രമിച്ചതായി പറയുന്നത്. അമ്പലവിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. റോഡ് സൈഡിൽ ജനറേറ്റർ വെക്കലാണ്. ജനറേറ്റർ റോഡ് സൈഡിൽ വെച്ച് ഷോപ്പിൽ സാധനം ഇറക്കി കൊടുക്കുമ്പോൾ സൗണ്ട് ഇട്ടിട്ട് നമ്മൾ ചെന്ന് നോക്കിയത് കുറച്ച് അവിടെ തന്നെയുള്ള ചെക്കന്മാരാണ്. ഒരു ജനറേറ്റർ ഇട്ട് വടികൊണ്ട് അടിക്കുകയായിരുന്നു. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ പഞ്ഞു പിടിക്കുന്നത്, അതൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു ഇട്ടാ. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പോയിട്ട് അടിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതാക്കുന്നതിന് വെച്ചിട്ട് പിന്നെ വന്ന് തല്ലിയായിരുന്നു. എന്തൊക്കെയാ പറ്റിയിരിക്കുന്നത്? ഇവിടെ തലയ്ക്ക് കമ്പൗണ്ട് അടിച്ച് തല പൊട്ടിയിട്ട് ആ സ്റ്റിച്ചുണ്ട്. മാനന്തവാടി കല്ലോടി ഉദയ വായനശാല 53ാം വാർഷികാഘോഷം ഈ മാസം 23-ന് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വസ്ത്രാലങ്കാരത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സ്റ്റെഫി സേവിയറിനെ പരിപാടിയിൽ അനുമോദിക്കും. ഞായറാഴ്ച വൈകുന്നേരം 5-ന് പൊതുസമ്മേളനം OR കേളു MLA ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ജനറൽ കൺവീനർ MK ജോർജ്, ജോർജ് പടക്കൂട്ടിൽ, NV ജോർജ്, ജനീഷ് ചാപ്പള്ളിൽ, ഷജി നാക്കുഴിക്കാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/vinadigvision/videos എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/wv വയനാട് ന്യൂസ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് വരൾച്ചയിൽ വൻ കൃഷിനാശമെന്ന് കേന്ദ്ര സംഘം. കൃഷിനാശം 50%. വരൾച്ച നേരിടുന്നതിന് കേരളത്തിന് കേന്ദ്ര പിന്തുണ. കേന്ദ്ര സംഘം പെട്ടെന്ന് മടങ്ങിയത് സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടെന്ന് ബെന്നി ബെഹനാൻ. ജാതി മത രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ പ്രസക്തിയില്ലെന്ന് BJP MP PC മോഹനൻ. മുദ്ര ലോൺ സംബന്ധിച്ച പരാതികൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. മാനന്തവാടിയിലെ ആദിവാസി അമ്മമാരുടെ ബെപ്കോ വിരുദ്ധ സമരത്തിൽ റിപ്പോർട്ട് തേടുമെന്ന് വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ പ്രമീള ദേവി. മുഖ്യമന്ത്രി പിണറായി വിജയന് ഭരണ നിയന്ത്രണം നഷ്ടപ്പെട്ടു. MI ഷാനവാസ് MP. കൈക്കൂലിക്കാർക്ക് മണി ഓർഡർ അയക്കാൻ കൽപ്പറ്റയിൽ KSUവിന്റെ പിച്ചുതണ്ടൽ സമരം. IS കേരള സംഘം തലവൻ സജീർ മംഗലശ്ശേരി അഫ്ഗാനിൽ കൊല്ലപ്പെട്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ. സ്വയം സന്നദ്ധ പുനരധിവാസത്തിന് ഫണ്ട് അനുവദിച്ചിട്ടും മാറ്റിപ്പാർപ്പിച്ചില്ല. ഉദ്യോഗസ്ഥർക്കെതിരെ വനവാസികൾ പ്രക്ഷോഭത്തിന്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.